പുല്ലുമേട് വഴി എത്തിയ 20 ശബരിമല തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങിയെന്ന് റിപ്പോർട്ട്. സംഘത്തിലെ 2 പേർക്ക് ശാരീരിക അസ്വസ്ഥത വന്നതോടുകൂടിയാണ് സംഭവമുണ്ടായത്. ഫയർഫോഴ്സ്, NDRF, ഫോറസ്റ്റ് സംഘം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗോകുൽ, ഇവരെ വനത്തിൽ കണ്ടെത്താനായിട്ടുണ്ടോ? തിരിച്ചെത്തിക്കാനുള്ള സംവിധാനങ്ങൾ എന്തിനുമായോ? ലാൽകൃഷ്ണ, നിലവിൽ NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും സംഘങ്ങൾ അവിടെ എത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ എത്രയും വേഗം തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ ഇവിടെ പോലീസ് അധികൃതർ നൽകുന്ന വിവരം. അല്പസമയം മുമ്പാണ് ഇവർ കുടുങ്ങിയ വിവരം നിലവിൽ സേനാ അധികൃതർക്ക് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ സന്നിധാനത്ത് നിന്നും NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും ടീം അംഗങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കുകയായിരുന്നു. ഈ സന്നിധാനത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിൽ 20 തീർത്ഥാടകർ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായത്. 20ഓളം തീർത്ഥാടകരാണ് ഇത്തരത്തിൽ വനത്തിൽ. ഗൂഗിൾ, ഇവർ എവിടെ നിന്നുള്ള ആളുകളാണ്, എവിടെ നിന്നുള്ള തീർത്ഥാടകരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? എപ്പോഴാണ് ഇവർ പുറപ്പെട്ടത് പുല്ലുമേടിൽ നിന്ന്? ലാൽകൃഷ്ണ, ഈ സമയം അവർ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ മലയാളികളായിട്ടുള്ള തീർത്ഥാടകരാണോ അതോ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ളവരാണോ എന്ന കാര്യത്തിൽ ഒരു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. നിലവിൽ അല്പസമയം മുമ്പാണ് ഇവർ ഇത്തരത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് 2 NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും ടീം അംഗങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത്. 20ഓളം അംഗങ്ങളായിരുന്നു ഈ തീർത്ഥാടകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരിൽ 2 പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്നാണ് അവർ അവിടെ കുടുങ്ങിപ്പോകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ്. പുല്ലുമേട് നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ട 20 തീർത്ഥാടകരാണ് നിലവിൽ വനത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് റിപ്പോർട്ടുള്ളത്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഗൂഗിൾ നൽകിയത്.